എവ്രിവൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അഗൈൻ വന്നിരിക്കുന്നത് ഒരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ടാണ്. ഇപ്പൊ പ്ലെയിൻ കളർ ഒരു മോഡലാണല്ലേ ഞാൻ സാരി എടുക്കാം. ഇതാണ് നമ്മുടെ സാരി വന്നിട്ട്. ഈ സാരിക്ക് ഒരു 25 വർഷത്തോളം പഴക്കമുണ്ട്. അനിയത്തിയുടെ വയസ്സുണ്ടാവും. അനിയത്തി പ്രസവിച്ച് കൂട്ടിക്കൊണ്ടില്ലേ നമ്മള്. ആ സമയത്ത് ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കില്ല. അങ്ങനെ അമ്മയുടെ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണിത്. അമ്മയ്ക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു സാരി. അമ്മയ്ക്കും വാങ്ങിച്ചു, അനിയത്തിക്ക് അതേപോലത്തെ, അമ്മയുടെ ചേച്ചിക്ക് അതേപോലത്തെ ഒരു സാരി. അപ്പോൾ ഇതാണ് അമ്മയുടെ സാരി വന്നിട്ട്. രണ്ടും നല്ല കളേഴ്സ് ആണ് കേട്ടോ. ആൻഡ് ക്ലോത്ത് കുറച്ച് കട്ടി ആയതുകൊണ്ട് വലിയമ്മ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. 1-2 യൂസ് ചെയ്തപ്പോൾ പിന്നെ അമ്മ ഒരു വട്ടം വലിയമ്മയുടെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. വലിയമ്മയ്ക്ക് അത്ര അധികം കട്ടി ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. രണ്ടിലും അതേപോലെ തന്നെയാണ്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്ലോത്തും ആണ്. ഭയങ്കര കുറച്ചൊരു കട്ടി ക്ലോത്ത് ആണ്, പക്ഷെ അമേസിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ ഞാൻ ഇത് അമ്മയുടെ അടുത്ത് എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് ഒരു ഓഫ് വൈറ്റ് ടോപ്പ്, ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റൈൽ ചെയ്തത്. ഞാൻ ഇത് ഓൾറെഡി സ്റ്റൈൽ ചെയ്തിട്ട് ഉള്ളതാണ് കേട്ടോ. മുന്നേ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട്, അമ്മയുടെ സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം ഇത് നല്ല ഭംഗിയുണ്ട്. അത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ. ഇപ്പം നമുക്ക് ബ്ലൗസ് തന്നെ വേണമെന്നൊന്നുമില്ല. സാരി നമ്മൾ ടീഷർട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഷർട്ട്സിന്റെ കൂടെ അങ്ങനെ ഒരു പണ്ടായിരുന്നു. സാരിയാണോ ബ്ലൗസ് ആണ്, അങ്ങനെ ഒരു ട്രഡീഷൻ വി മെയ്ഡ്. ബട്ട് വി ആർ the people breaking traditions, right? So നമ്മൾ ട്രഡീഷൻസ് ഒക്കെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മളല്ല, ഒരുപാട് ആളുകൾ ബ്രേക്കപ്പ് ചെയ്ത്. ഇറ്റ് ഈസ് അമേസിങ്. നല്ലൊരു എന്താ പറയാ സ്റ്റെപ്പിനാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സാരി ഭയങ്കരമായിട്ടൊരു എപ്പോഴും ഒരു ഒഫീഷ്യൽ വെയറിലേക്ക് പോവാറുണ്ട്. ഒഫീഷ്യൽ വെയർ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ വെയർ, ഒരു ആ രീതിയിലേക്ക് പോവാറുണ്ട്. ഒരു ഫാഷൻ കൈൻഡ് ഓഫ് രീതിയിലേക്ക് സാരി എത്തിയത് ഈ രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ വന്നതിന് ശേഷമാണ്. ടീഷർട്ട്സ്, ഷർട്ട്സ് ഒക്കെ നമ്മൾ സാരിയായിട്ട് പെയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇന്ന് പെയർ ചെയ്യുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ബോത്ത് ഓഫ് ദം ആർ കൈൻഡ് ഓഫ് ക്രോപ്പ് ടോപ്സ് ആണ്. ഈ ഒരു ലെങ്ത് ഉള്ള ടോപ്സ് ആണ് രണ്ടും വരുന്നത്. അപ്പൊ ഞാൻ ഇട്ടിട്ട് കാണിക്കാം. സ്റ്റൈലിംഗ് ആൻഡ് ഡ്രേപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പം ഡ്രേപ്പിംഗും പഠിക്കാൻ നമുക്ക്, സ്റ്റൈലിംഗ് എനിക്ക് എന്റെ ഐഡിയയിൽ ഞാനങ്ങ് സ്റ്റൈലിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. തുടങ്ങാം നമുക്ക് പരിപാടി. അപ്പൊ ഞാൻ അണ്ടർസ്കേർട്ട് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ആദ്യം തന്നെ നമ്മൾ ടിപ്സ് എന്നാണ് തുടങ്ങണത്. ആക്ച്വലി നമ്മൾ അണ്ടർസ്കേർട്ട് എടുക്കുന്ന സമയത്ത് വലതുവശത്തേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇൻ കേസ് ഒന്ന് ടൈറ്റ് ആയി പോയാലൊക്കെ അഴിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണ്. ഇവിടെ അഴിച്ചു കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ടക്കിൻ ചെയ്യുന്ന ഏരിയാസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് അഴിച്ചു കെട്ടാൻ ഈസിയാണ്. അതെന്താണെന്നും കൂടെ ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത് എങ്ങനെ അത് ചെയ്യാന്നുള്ളതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. എന്റെ അണ്ടർസ്കേർട്ടും സാരിയും കണ്ടിട്ട് നിങ്ങൾ ഏതോ പാവാടയും ഏതോ സാരി ഉടുത്ത് വന്നിരിക്കുക എന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്റെ അണ്ടർസ്കേർട്ടിന്റെ കളക്ഷൻ വളരെ കുറവാണ്. ഇപ്പൊ സാരി അങ്ങനെ ഉടുക്കുന്നില്ല. പിന്നെ ഉടുത്തിരുന്ന സമയത്തുള്ളതാണ് ഉള്ളത്. അപ്പം ഇതിലേക്കൊന്നും മാച്ചുള്ള അണ്ടർസ്കേർട്ട് എനിക്ക് ഇല്ല. നമുക്ക് സാരി ഉടുത്ത് തുടങ്ങാം. എന്നാല് എടുത്ത് നമ്മൾ ഈ കെട്ടുന്നത് വലതുവശത്തേക്കാന്ന് പറഞ്ഞു. അവിടെ തന്നെ നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ്ത് എന്താണോ ആ ലെങ്ത്തിനനുസരിച്ച് വേണം സാരി ഉടുക്കാനായിട്ട്. ചെരുപ്പിട്ടിട്ടാണ് നിങ്ങൾ ഉടുക്കുന്നതെങ്കിൽ ഏറ്റവും നന്നാവും. ഇവിടെ ടക്കിൻ ചെയ്ത സമയത്ത് നന്നായിട്ട് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു ഒറ്റ കറക്കം. ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പല്ലുഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ഈ സാരിയുടെ ഒരു ഭംഗി. ഞാൻ സിംഗിൾ പ്ലീറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇതിനോട് നമ്മൾ ഒരു എത്തിക്സ് കാണിക്കണ്ടേ. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഭംഗിയൊന്നും എടുത്ത് കാണിക്കില്ല. ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് once again ഒരു കറക്കം കറക്കിയിട്ട് ഇങ്ങനെ നല്ല ഭാഗം പിടിച്ച് ഇവിടേക്ക് ഇടാം. ഇത് ഇടുന്ന സമയത്ത് ഇത്ര ധാരാളമാണ് കേട്ടോ. ഇത് നല്ല അധികമാണ്. നിങ്ങളുടെ മുട്ടിന്റെ അത്രയും തന്നെ മതിയാവും. എന്നാൽ തന്നെ സാരി നിങ്ങൾക്ക് കറക്റ്റ് പിടിക്കുന്ന സമയത്ത് അവിടെ കിടന്നോളൂ. കറക്റ്റ് അത് ആ ലെങ്ത് കറക്റ്റ് ആയി കിട്ടും. പിന്നെ ഇതിങ്ങനെ ഇങ്ങോട്ട് പിടിക്കണു. ഇവിടെ ഏകദേശം ഞാൻ അങ്ങനെ വലിച്ച് ഇങ്ങോട്ട് പിടിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവിടെ ഈ കൈ വെക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുന്നു. ഇനി ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ മറന്നുപോയി. ഈ പിടിച്ചെടുത്തുനിന്നാണ് കേട്ടോ പ്ലീറ്റ്സ് എടുക്കേണ്ടത്. ഇത് കൂട്ടി എടുക്കരുത്.
ഈ പിടിച്ചിടത്തുനിന്ന് നിങ്ങൾ പ്ലീറ്റ്സ് എടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കുത്താനായിട്ട് ഉണ്ടാവും. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് എടുത്തു പോകുന്നത്. കുറച്ച് അത്ര അധികം വലുപ്പത്തിലല്ല കേട്ടോ പ്ലീറ്റ്സ് എടുക്കുന്നത്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്ന പോലെ തന്നെ അവസാനത്തെ പ്ലീറ്റ് കുറച്ച് വലുപ്പത്തിൽ എടുക്കുക. കാരണം അവസാനത്തെ പ്ലീറ്റ് ഇങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ തുറന്നു പോകും. അങ്ങനെ ഒരു പ്ലീറ്റ് അവിടെ ഇല്ലാത്ത പോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് അത് ഞാൻ കാണിച്ചു തരുന്നത് കാണുന്നില്ലേ നിങ്ങൾ, അതുപോലെ കുറച്ച് വലുപ്പത്തിലെടുത്തിട്ട് നമ്മളത് കറക്റ്റ്. എന്നിട്ട് ഈ ഒരു തുണി ആയതുകൊണ്ട് നമുക്ക് എവിടെയാണോ പിടിക്കുന്നത് അവിടെ കിട്ടും. അപ്പം മെല്ലെ ഒന്ന് കുടയുക, എല്ലാം കൂട്ടി പിടിച്ചിട്ട് ഒന്ന് കുടയുക. ഇങ്ങനത്തെ തുണികളും കുഴഞ്ഞ സാരിയുടെ തുണികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒന്ന് കുടയണ സമയത്ത് ഞാൻ കാണിച്ചു തന്നെ കണ്ടു നിങ്ങൾ. അങ്ങനെ ഒന്ന് ചെയ്യണ സമയത്ത് മോസ്റ്റ്ലി പ്ലീറ്റ്സ് ഒക്കെ ഒരേപോലെ ആയിട്ട് വരും, കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ആക്ച്വലി റോക്കി കുറയ്ക്കുന്ന കാരണമാണ് കേട്ടോ ഞാൻ എഗെയിൻ വോയിസ് ഓവർ ചെയ്തത്. ഞാൻ വോയിസ് കൊടുത്തത് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പ്ലീറ്റ്സ് ഞാനിങ്ങനെ ഓരോരോ പ്ലീറ്റ്സ് ആയിട്ട് എടുത്ത് ദെൻ നമ്മളത് സാധാരണ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതിങ്ങനെ കൂട്ടിപ്പിടിച്ച് എടുക്കുന്ന രീതിയിലല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു മാറ്റം, ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം. കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ്, മറ്റേ സാരി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളവിടെ എവിടെയാണോ പിടിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് തെറിച്ച് നിൽക്കും. പക്ഷേ ഈ സാരി എവിടെയാണോ ഉള്ളത് അവിടെ കിടന്നോളൂല്ലോ. അപ്പോൾ കുറച്ചിങ്ങനെ വിടർത്തി വെക്കാം നമുക്ക് പ്ലീറ്റ്സുകൾ, ഇങ്ങനെ നിരത്തി വെക്കാം. മറ്റേത് അടുക്കിയായിരുന്നു വെച്ചിരുന്നത്. ഇതിങ്ങനെ ഒന്ന് നിരത്തിയിട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഉള്ളിൽ താഴെ വരെ പോകുന്ന രീതിയിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് വയറ് പൊങ്ങി കിടക്കുന്ന പോലെ തോന്നും. എന്നിട്ട് രണ്ട് സൈഡിലേക്കും കൈ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ കറക്റ്റ് പ്ലേസിങ് ആയിക്കോളും. അങ്ങോട്ട് എക്സസ് ആയിട്ടുള്ള ക്ലോത്ത് അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ട കുത്തി നിൽക്കാതെ കറക്റ്റ് ആയിക്കോളും. അതുപോലെ നമ്മൾ കുത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കറക്റ്റ് പൊക്കിളിൻ്റെ അവിടെ തന്നെ കുത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കിടക്കും ഈ പ്ലീറ്റ്സ് വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ വലതുവശത്തേക്ക് വേണം കയറ് കെട്ടാനായിട്ടെന്ന്. ഇപ്പം ഞാൻ കയറിൻ്റെ ആ വള്ളി കാണിക്കുന്നത് കണ്ടോ നിങ്ങൾ? അവിടുന്ന് നമുക്കിപ്പോൾ അത് കുറച്ച് ടൈറ്റാണ്. ഇങ്ങനെയൊക്കെ കുത്തി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ടൈറ്റ് ആയി പോയോ പാവാട എന്നുള്ളത്. അപ്പം എപ്പോഴും ഒന്ന് രണ്ട് വിരൽ വെച്ച് നമുക്കൊരു 4 വിരൽ അവിടെ വെക്കാനുള്ള ഗ്യാപ്പിൽ നിങ്ങൾ പാവാട കെട്ടുക കേട്ടോ. കെട്ടുന്ന പാവാട ആവുന്ന സമയത്ത് കുറച്ചൊരു ലൂസിൽ, ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അരയൊക്കെ പൊട്ടുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആ കെട്ടുന്നത് ഇനിയിപ്പം ഇൻ കേസ് അങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞാലും ഈ സൈഡിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അത് ലൂസാക്കി കെട്ടാനായിട്ട് പറ്റും. ഉള്ളിലേക്ക് വലിച്ചു കുത്തി കൊടുത്തിട്ടുണ്ടോ സൈഡിൽ നിന്ന് വരുന്ന ആ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. അതുപോലെ തന്നെ ഈ പ്ലീറ്റ്സും പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ കുത്തുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കായിട്ട് പിടിക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അത് ടക്കിൻ ചെയ്ത് രണ്ട് സൈഡിലേക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ എവിടെ ഒരു വൃത്തികേടായിട്ട് ബാക്ക് നീറ്റായിട്ട് അവിടെ കിടന്നോളും. ഓക്കെ, പിന്നെ നമ്മൾ ആ പ്ലീറ്റ് എടുത്തിട്ട് സിംഗിൾ പ്ലീറ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്നേക്ക് ഒരു പണിയും വരുന്നില്ല. നമുക്ക് പ്ലീറ്റ് എടുത്തിട്ട് മേലേക്ക് ഇടാണ് ചെയ്യുന്നത്. പല്ലു ഇങ്ങനെ എടുക്കുന്നു. ഇപ്പൊ നമ്മൾ പല്ലു ഒക്കെ ഇങ്ങനെ കെട്ടുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ വേണമെങ്കിൽ കെട്ടിയിടുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത്സ് ആയതുകൊണ്ട് ആ കെട്ടിയിടൽ ഭയങ്കരമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇനിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ കിടക്കുന്ന പ്ലീറ്റ്സ് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ കിടക്കണമല്ലോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു സാരിയുടെ ഒരു ടോട്ടൽ ഭംഗി കാണുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങളുടെ കൈ കറക്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് കറക്റ്റ് പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ഇവിടെ നിങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗത്തേക്ക് നമുക്കൊന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഇനിയുള്ള ഈ ഒരു പാർട്ടാണ് നമ്മൾ കയ്യിൽ ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഒരു വേഗമായിട്ട് അങ്ങനെ ഒരു ഇന്ന രീതിയിൽ ഇത്ര എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു നീറ്റായിട്ട് കിടക്കാനായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പിടിക്കുമല്ലോ. പിന്നെ ഈ ഒരു രീതിയിൽ ഇതെടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതെടുത്തിട്ട് പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇത്ര വേണം അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു നീറ്റ്നെസ്സിൽ കിടക്കുന്ന രീതിയിൽ എടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി വന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വലിച്ച് റെഡിയാക്കി കൊടുക്കുക. ഇവിടെ ഒന്ന് പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ നമുക്കൊന്ന് നീറ്റായിട്ട് കണ്ടില്ലേ.
സോ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുകയാണോ ചെയ്യാറ് സാധാരണയായിട്ട് സിംഗിൾ പ്ലീറ്റ് ഇടുന്ന സമയത്ത്, ഓർ എൽസ് ഇങ്ങനെ പിടിക്കും. However it is. ഇവിടെയും നീറ്റായിട്ട് കിടക്കും. നമുക്ക് ഈ കാണുന്ന ഒരു സൈഡ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതുള്ള ഒരു ഏരിയാസും നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സാരി 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പാർട്ട് 2 ആയിട്ട്. ഈ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.